നേപ്പാളിലെ ഭൂകമ്പത്തിന്റെ ശക്തമായ തുടർചലനത്തിൽ നടുങ്ങി ഇന്ത്യ. 1 മിനിറ്റിൽ താഴെ നീണ്ട ഭൂചലനത്തിൽ ബീഹാറിൽ 16 പേരും ഉത്തർപ്രദേശിൽ ഒരാളും മരിച്ചു. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. രക്ഷാപ്രവർത്തനങ്ങൾക്ക് സജ്ജരാകാൻ പ്രധാനമന്ത്രി ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി. തീവ്രത കുറഞ്ഞ തുടർചലനങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ബീഹാർ, ഉത്തർപ്രദേശ്, ദില്ലി, മധ്യപ്രദേശ്, പശ്ചിമബംഗാൾ, അസം, സിക്കിം തുടങ്ങി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ തുടർചലനമാണ് അനുഭവപ്പെട്ടത്. ഏപ്രിൽ 25-ന്റെ ഭൂകമ്പത്തിന് സമാനമായി ഇക്കുറിയും ഭൂകമ്പം വൻ നാശം വിതച്ചത് ബീഹാറിലാണ്. നിർമ്മാണത്തിലിരുന്ന കെട്ടിടം തകർന്ന് പട്നയിൽ 2 പേർ കൊല്ലപ്പെട്ടു. ബീഹാറിൽ 40ഓളം പേർക്ക് പരിക്കേറ്റതായാണ് റിപ്പോർട്ടുകൾ. ദുരന്തത്തെ തുടർന്ന് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നേരത്തെ വേനലവധി നൽകാൻ സർക്കാർ തീരുമാനിച്ചു. തുടർചലന സാധ്യതയുള്ളതിനാൽ ദില്ലി, കൊൽക്കത്ത മെട്രോകൾ സർവീസ് നിർത്തിവെച്ചു. പശ്ചിമബംഗാളിലെ ദക്ഷിണ ദിനാജ്പൂരിൽ സ്കൂൾ കെട്ടിടം തകർന്ന് 14 കുട്ടികൾക്ക് പരിക്കേറ്റു. അരമിനിറ്റോളം നീണ്ട ഭൂകമ്പത്തിന്റെ നടുക്കത്തിൽ ഓഫീസുകളിൽ നിന്നും വീടുകളിൽ നിന്നും ആൾക്കാർ തെരുവിലേക്ക് ഓടിയിറങ്ങി. തുടർചലനം ഭയന്ന് മണിക്കൂറുകളോളം കെട്ടിടങ്ങളിലേക്ക് തിരിച്ചു പോകാൻ പലരും തയ്യാറായില്ല. Also have big earthquake 8.0 degree. At that time we are at home. Every wheel is shaking. ഭൂകമ്പത്തെ തുടർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്താൻ പ്രധാനമന്ത്രി ഉന്നതതല യോഗം വിളിച്ചു. ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ്, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവൽ, ആഭ്യന്തര സെക്രട്ടറി എന്നിവർ സംസ്ഥാനങ്ങളിൽ നിന്ന് ലഭിച്ച പ്രാഥമിക വിവരങ്ങൾ പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചു. രക്ഷാപ്രവർത്തനങ്ങൾക്കായി സജ്ജരാകാൻ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് പ്രധാനമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദേശീയ ദുരന്ത നിവാരണ സേനാ സംഘങ്ങൾ ഗാസിയാബാദ്, ഗുവാഹത്തി, പട്ന, കൊൽക്കത്ത എന്നിവിടങ്ങളിൽ സജ്ജരായിട്ടുണ്ട്. നേപ്പാളിലെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ കൂടുതൽ സഹായങ്ങൾ ഇന്ത്യ എത്തിക്കുമെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. ഇന്നുണ്ടായിരിക്കുന്ന ശക്തമായ ഭൂകമ്പത്തിന്റെ തുടർചലനങ്ങൾ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാമെന്നാണ് കാലാവസ്ഥാ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ആശങ്കയും ഭീതിയും വിട്ടൊഴിയുന്നില്ല. ദില്ലിയിൽ നിന്നും എം ഉണ്ണികൃഷ്ണൻ, റിപ്പോർട്ടർ.